ഹായ്, മിനാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ദിവസത്തെ ഒരു വീഡിയോ ചെറിയൊരു ക്ലിപ്പുകളാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് രാവിലെ ഞാൻ ഇക്കേൻ്റെ കൂടെ ആയിരുന്നു, പകുതി വഴി വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നാസർക്ക വന്നു, നാസർക്കൻ്റെ ഒപ്പം വേറെ വണ്ടിയിലായിരുന്നു മറ്റ് സൈറ്റുകളിലേക്കൊക്കെ പോയത് കേട്ടോ. ഇത് കറുകപുത്തൂർ സൈറ്റാണ്. ഒരു 4200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 5 ബെഡ്റൂം ഹൗസാണ് കേട്ടോ ഇത്. ഈ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് മുതൽ 3D ഡിസൈൻ, അതുപോലെ കൺസൾട്ടിങ് എല്ലാം മിൻഹാജ് ബിൽഡേഴ്സാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറുകപുത്തൂരുള്ള റിഷാദ് ആൻഡ് ഫാത്തിമ എന്നിവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട് തറയിട്ട് വെച്ചിട്ട് ഒത്തിരി നാളായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഇപ്പോൾ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ആ വീടിൻ്റെ ഉടമ ഫാത്തിമ, അവരുടെ മകളാണത്. ഈ വീട് ഒരു കോർണർ വിൻഡോ ഡിസൈനുള്ളൊരു വീടാണ് കേട്ടോ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വരുന്നതാണ്. അപ്പം നമുക്കിനി അടുത്ത സൈറ്റ് കാണാം കേട്ടോ. ഇവരൊക്കെ ജ്യേഷ്ഠൻ അനിയന്മാർ മക്കളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പേര്, ഒരാളുടെ പേര് റംഷാദാണ്, മറ്റാളുടെ പേര് റിൻഷാദായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സൈറ്റ്. ഇനി ഇത് അവിടെ നടക്കുന്നില്ല, ആ ബാക്കിൽ അപ്പുറത്ത് കാണുന്നത് അത് നമ്മൾ ജിംഷാദ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ബ്രദറിൻ്റെതാണ് കേട്ടോ. രണ്ടും ഒരു സൈറ്റിലാണ്, ഒരേ സ്ഥലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് അവിടെ പോയിട്ട് നിലവിൽ ചെയ്ത വർക്കിൻ്റെതൊക്കെ കംപ്ലീറ്റ് അളവുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തു ബേസ്ഡ് പ്ലാനും കാര്യങ്ങളും ഒക്കെ ആവുന്നത് കൊണ്ട് തന്നെ നിലവിൽ വർക്കൊക്കെ കഴിഞ്ഞാലും ഇടയിലൊക്കെ ഒന്ന് അളന്ന് നോക്കുന്നതൊക്കെ നന്നായിരിക്കും. നമ്മളെല്ലാം അളവ് വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. എങ്കിൽ പോലും ഒന്നും കൂടി വന്ന് പിന്നെ ഡെയിലി നമ്മൾ സൈറ്റിൽ ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി വന്നിട്ട് അളവുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് മനസ്സമാധാനമായിട്ടിരിക്കാനായിട്ട് എല്ലാം നോക്കും. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ഒരു പ്രാവശ്യം അളന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും നമ്മളെ ഭാഗത്തുനിന്നൊരു വീഴ്ചകൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം സൈറ്റുകളിൽ വരുമ്പോഴും ഓരോന്നോരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. മെഷർമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണ്, ഒന്നും എവിടെയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് എത്ര എടുത്തിട്ടും മതിയാവാണ്ട് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സൈറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലതായിരിക്കും നല്ലതെന്ന് തോന്നുക, ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ സൈറ്റുകളിലെയും വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകും. അപ്പോൾ അദ്ദേഹം അവിടെ, അതാണ് ഞാൻ പറഞ്ഞത്, വരുമ്പോൾ ഷാഫിക്കനീറ്റായിരുന്നു വന്നത്, പകുതി വഴിയിൽ നിന്നായിരുന്നു വേറെ വണ്ടിയിൽ കയറിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത് നാസറൊക്കെയാണ്. അപ്പോൾ ആരൊക്കെ സൈറ്റിലുണ്ടെങ്കിലും ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കുത്തിത്തിരിപ്പുമായിട്ട് അതങ്ങനെ ഇതിങ്ങനെ മറ്റേതങ്ങനെയെന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണല്ലോ നമ്മുടെ പണി. ഒരു സ്ഥാപനത്തിൻ്റെ MD എന്ന് പറയുന്നത് ഒരു ചില്ലറ പരിപാടിയല്ല. അത്യാവശ്യം ഉത്തരവാദിത്തങ്ങളും ടെൻഷനും റിസ്ക്കും എല്ലാം കൂടിയതാണ് ഒരു ഓണർ, മീൻസ് ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത്. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതെല്ലാം തലയിൽ ഏറ്റെടുക്കാൻ ബാധ്യത ഉള്ള ഒരേ ഒരാളാണ്